ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സഭയുടെ ലിറ്റർജി ക്ലാസ് 77. പരിശുദ്ധാത്മാവ് സഭയുടെ ആരാധനാക്രമത്തിൽ, അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. ലിറ്റർജിയും ഈശോയുടെ പ്രാർത്ഥനാ ജീവിതവും തമ്മിലുള്ള ബന്ധം കത്തോലിക്ക സഭയുടെ മതബോധനം 1093 എന്ന ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഖണ്ഡികയെക്കുറിച്ചുള്ളൊരു ആമുഖ വിചിന്തനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് കാണുകയാണ്. നമുക്ക് ആദ്യം ആ ഖണ്ഡിക ഒന്നുകൂടി കേൾക്കാം. പഴയ ഉടമ്പടിയിൽ നിഴൽ രൂപത്തിൽ മുൻകൂട്ടി കാണിച്ച സംഗതികൾ പരിശുദ്ധ റൂഹ കൗദാശിക വ്യവസ്ഥിതിയിൽ നിവൃത്തിയാക്കുന്നു. മിശിഹായുടെ സഭ പഴയ ഉടമ്പടിയിലും ഇസ്രായേലിന്റെ ചരിത്രത്തിലും വിസ്മയനീയമായ വിധത്തിൽ സജ്ജമാക്കപ്പെട്ടതാണ്. ലൂമൻ ജൻസിയും ആർട്ടിക്കിൾ 2. അതിനാൽ തന്നെ പഴയ ഉടമ്പടിയിലെ ആരാധനയുടെ ചില ഘടകങ്ങൾ അവളുടെ സ്വന്തമെന്നും അനിവാര്യ ഭാഗമെന്നും പകരം വെക്കാനില്ലാത്തതെന്നും തിരിച്ചറിഞ്ഞിട്ട് സഭ അവളുടെ ലിറ്റർജിയിൽ അവയെ നിലനിർത്തിയിരിക്കുന്നു. വിശേഷിച്ച് പഴയ നിയമത്തിൽ നിന്നുള്ള വായനകൾ, സങ്കീർത്തനങ്ങളുടെ ആലാപനം, വാഗ്ദാനം നിവൃത്തിയാകൽ, എല്ലാത്തിനുമുപരിയായി പുറപ്പാട്, പെസഹ, രാജ്യം, ദേവാലയം, പ്രവാസം, തിരിച്ചുവരവ് എന്നീ അതിപ്രധാന യാഥാർത്ഥ്യങ്ങളായ രക്ഷാകര സംഭവങ്ങൾ മിശിഹായുടെ രഹസ്യത്തിലാണ് യഥാർത്ഥത്തിൽ നിവൃത്തിയായതെന്ന സത്യം സ്മരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇംഗ്ലീഷ് കൂടി വായിക്കുകയാണ്. Catechism of the Catholic Church 1093. In the sacramental economy, the Holy Spirit fulfills what was prefigured in the Old Covenant. Since Christ's Church was prepared in marvelous fashion in the history of Israel and in the Old Testament, Lumen Gentium 2, the Church's liturgy has retained certain elements of the worship of the Old Covenant as integral and irreplaceable, adopting them as her own. Notably, reading the Old Testament, praying the Psalms. Above all, recalling the saving events and significant realities which have found their fulfillment in the mystery of Christ, promise and covenant, Exodus and Passover, kingdom and temple, exile and return. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സഭയുടെ ആരാധനക്രമത്തില്, ലിറ്റർജിയില് പരിശുദ്ധ റൂഹ ചെയ്യുന്ന കാര്യങ്ങളുടെ വ്യക്ത ചുരുക്കമാണ് ഈ ഖണ്ഡികയില് സഭ പഠിപ്പിക്കുന്നത്. ഒരു തുടർച്ചയുണ്ട്. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ തുടർച്ചയുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ തുടർച്ചയുണ്ട്. നമ്മുടെ ബൈബിൾ എടുത്തു നോക്കിയാൽ മൃഗീയ ഭൂരിപക്ഷവും പഴയ നിയമമാണ്. ഇല്ലേ? ഒരു 1200 പേജുള്ള ഒരു ബൈബിള് അല്ലെങ്കിൽ 1000 പേജുള്ള എടുത്തു കഴിഞ്ഞാൽ 800 പേജോളം പഴയ നിയമമാണ്. 200 അല്ലെങ്കിൽ 250 പേജൊക്കെയാണ് പുതിയ നിയമം. ഈ പഴയ നിയമമാണ് യേശുവിന്റെ ബൈബിള്. പഴയ നിയമമാണ് മറിയത്തിന്റെ ബൈബിള്. പത്രോസിന്റെയും പൗലോസിന്റെയും തോമാസിന്റെയും ഒക്കെ ബൈബിൾ ഈ പഴയ നിയമമാണ്. അപ്പൊ അത് റദ്ദാക്കാനല്ല, പ്രവാചകന്മാരെയോ മോശയെയോ റദ്ദാക്കാനല്ല. മോശയും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പഴയ ഉടമ്പടി. അത് റദ്ദാക്കാനല്ല, അത് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നതെന്നാണ് ഈശോ മിശിഹ തന്നെ പറഞ്ഞിരിക്കുന്നത് മത്തായി 5:17. അതുകൊണ്ട് ചില ആളുകൾ കേട്ടിട്ടില്ലേ, അത് പഴയ നിയമമാണ്, ഉടനെ തന്നെ അങ്ങോട്ട് ഡിസ്കാർഡ് ചെയ്യാണ്. കർത്താവിന്റെ ബൈബിളിനെയാണ് അവർ ഡിസ്കാർഡ് ചെയ്യണേ. അവരൊരു പക്ഷെ അവരുടെ ചെയ്യുന്ന പാപത്തിന്റെ ഗൗരവം അറിയുന്നില്ലായിരിക്കാം. അതെല്ലാം പഴയ നിയമമാണ്. യേശുവിന്റെ ബൈബിളിനെയാണ് തിരസ്കരിക്കുന്നത്. ദേവാലയ വരി, അത് പഴയ നിയമമാണ്. അത് കീറിപ്പോയി, നമ്മൾ ഇനി വീണ്ടും തുന്നിക്കൂട്ടണ്ട. മുണ്ടാടന്റെ ദൈവശാസ്ത്ര. ഇങ്ങനെ പഴയ നിയമത്തെ യാതൊരു ബഹുമാനവുമില്ലാതെ ഡിസ്കാർഡ് ചെയ്യുന്നവര് സഭാവിരുദ്ധരാണ്, പാഷാണ്ഡത പഠിപ്പിക്കുന്നവരാണ്. ഇന്നത്തെ ഈ ഖണ്ഡികയിൽ പറയുന്നതാണ്, ഒരു തുടർച്ചയുണ്ട്. ബൈബിളിലെ പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമം, പക്ഷെ പഴയ നിയമത്തെ റദ്ദാക്കിയിട്ടില്ല. രണ്ടും പരിശുദ്ധ റൂഹായാൽ പ്രചോദിതമാണ്. ആ തുടർച്ച ആരാധനയിലും ലിറ്റർജിയിലും കാണാം. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിലെ വായനകള്, നിങ്ങൾ ലത്തീൻ ലിറ്റർജി എടുത്ത് നോക്കിയേ. ലത്തീൻ ലിറ്റർജി ഈ വായനകളെ സംബന്ധിച്ച് വളരെ ഗംഭീരമാണ്. ഈ സീറോ മലബാർ സഭയെ അപേക്ഷിച്ച് ലത്തീൻ സഭയിൽ വളരെ ഗംഭീരമാണ് അതിന്റെ അറേഞ്ച്മെന്റ്. ഒന്ന്, ഈ സുവിശേഷം നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ മത്തായിയുടെ സുവിശേഷം, പിന്നെ ഒരു വർഷം മർക്കോസ്, പിന്നെ ലൂക്ക. യോഹന്നാന്റെ സുവിശേഷം നോമ്പുകാലത്തും ഒക്കെ, വലിയ നോമ്പുകാലത്തൊക്കെ ആയിട്ട്. പിന്നെ പഴയ നിയമം നോക്കുകയാണെങ്കിലും ഒരു തുടർച്ചയിലാണ് വായിച്ചു പോണേ.
അപ്പൊ എല്ലാ ദിവസവും ലത്തിൻ റീത്തിലെ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുകയാണെങ്കിൽ ബൈബിള് തന്നെ, അതായത് ഏകദേശം ബൈബിള് മുഴുവൻ നമ്മൾ ധ്യാനിക്കും. അത്തരം ശ്രേഷ്ഠമായിട്ടുള്ള വായനകളുടെ ഒരു ചോയ്സ് ഉണ്ട് ലത്തിൻ റീത്തിൽ. സീറോ മലബാറിലെ പണ്ട് എനിക്കറിഞ്ഞൂടെ പണ്ട് എങ്ങനെയായിരുന്നു. ഇപ്പൊ നമ്മൾ 2 സെറ്റൊക്കെ രൂപപ്പെടുത്തി വന്നിട്ടുണ്ട് ലിറ്റർജി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വളരെ എന്താ പറയുക, ഇതുപോലെ അടിച്ചമർത്തപ്പെട്ട ഒരു സഭ വേറെയില്ല സീറോ മലബാർ സഭ പോലെ. അത്രമാത്രം, അതായത് ഉള്ളിൽ നിന്ന് പീഡനവും പുറത്തുനിന്നുള്ള പീഡനവുമായിട്ട് ആകെ വികൃതമാക്കപ്പെട്ട ഒരു രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ കുർബാനയിൽ നിൽക്കുന്നത്. അതിന്റെ പൂർണ്ണതയിലേക്ക്, അതിന്റെ അവികലമായ രൂപത്തിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. അവികലമായ രൂപത്തിലേക്ക് അത് പുനരുദ്ധരിച്ചിട്ട് വേണം ചില കാര്യങ്ങൾ നമ്മൾ ഇല്ലേ പുതുതായിട്ടൊക്കെ കണ്ടെത്തേണ്ടി വരും. ചിലതെല്ലാം നമ്മൾ സഭ ഇല്ലേ കുറച്ചുകൂടി സമ്പന്നമാക്കേണ്ടി വരും. പക്ഷെ അത് ആദ്യം അവികലമായ രൂപത്തിൽ അത് പുനരുദ്ധരിച്ചിട്ട് വേണ്ടേ? അതിനുള്ള ശ്രമം ഇത്ര വർഷങ്ങളാണ് നടത്തിയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു നല്ല വശം കാണിക്കുന്നുണ്ട്. ഈ ലിറ്റർജി വളരെ ഗൗരവമായ സംഗതിയാണ്. തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു തോന്നലെങ്കിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലിറ്റർജിയുടെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തതിന് കാരണം, ഒരു വശത്ത് അതിന് എതിർപ്പുണ്ടെങ്കിലും നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഈ ലിറ്റർജിക്ക് വേണ്ടിയാണ് നിങ്ങൾ കടിപിടി കൂടുന്ന ആൾക്കാരൊക്കെ ചോദിച്ചാലും നമ്മൾ കടിപിടി കൂടും. കാരണം എന്താ? ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഈ ലിറ്റർജി. അത് തോന്നിയ പോലെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കും. അത് മറ്റുള്ള സമരം പോലെ അല്ലെന്ന് മാത്രം. അപ്പൊ അത് ലിറ്റർജി വളരെ ഗൗരവമായി കാണുന്നത് കൊണ്ടാണ് സീറോ മലബാർ സഭയിൽ ലിറ്റർജിയെ കുറിച്ച് പ്രശ്നമുള്ളത്. അത് മാറ്റിവെക്കാൻ പറ്റുന്ന സംഗതിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ തുടർച്ച, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള തുടർച്ച, അത് ആരാധനയിലുണ്ട്, ലിറ്റർജിയിലുണ്ട്. ആ തുടർച്ച ബൈബിളിലുണ്ട്. അത് ഖണ്ഡിക്കാൻ പാടില്ല. 1, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2, പൂർത്തീകരണം. പണ്ട് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടു, പിന്നെ വാഗ്ദാനങ്ങൾ ഉടമ്പടിയായിട്ട് ഉയർത്തപ്പെട്ടു. ഇപ്പോൾ ആ ഉടമ്പടി തന്നെ പൂർത്തിയായിരിക്കുന്നു. പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയായിട്ട് പൂർത്തിയായിരിക്കുന്നു. ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് എങ്ങനെയാണ് പഴയ ഉടമ്പടികളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദാംശം നമ്മൾ കടക്കുന്നില്ല. പഴയതില്ലെങ്കിൽ പുതിയതില്ല. അപ്പൊ പഴയ ഉടമ്പടി റദ്ദാക്കല്ല ചെയ്തിരിക്കുന്നത്, അതിന്റെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പൂർത്തിയാക്കുകയാണ്. ഇതാണ് പൂർത്തീകരണം എന്ന് പറയുന്നത്. പിന്നെ വാഗ്ദാനങ്ങൾ അത് ഉടമ്പടിയായിട്ട് മാറ്റി, പഴയ ഉടമ്പടി, പിന്നെ ഉടമ്പടിയുടെ പൂർത്തീകരണം, പുതിയ ഉടമ്പടി, പുതിയ നിയമത്തില്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു 3 സംഗതികൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. നിഴല്, പ്രതിരൂപം, യാഥാർത്ഥ്യം. ലിറ്റർജിയെ സംബന്ധിച്ചും വിശേഷിച്ചും യാഥാർത്ഥ്യം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ആരാധന നടക്കുന്നു. ആ ആരാധനയുടെ രക്തചുരുക്കമാണ് വെളിപാട് പുസ്തകം. ഇതേക്കുറിച്ച് ഞാൻ ക്രിസ്തുവാണ് നമുക്ക് നേരിട്ട് ലിറ്റർജിയുടെ ഘടന നൽകിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്തു നേരിട്ട് നൽകിയതാണ് ലിറ്റർജി, സ്വർഗത്തിലെ ലിറ്റർജി. അതെങ്ങനെ നടക്കുന്നു, വെളിപാട് പുസ്തകത്തിലെ ഘടന, നമ്മുടെ സഭയുടെ കുർബാനകളുടെ, എല്ലാ സഭകളിലും കുർബാനയുടെ ഘടന, അതിലുള്ള സാമ്യങ്ങള്, ഇതെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് 1.5 മണിക്കൂർ എടുത്തിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി ആണ് വെളിപാട് പുസ്തകം. അപ്പൊ അതാണ് ലിറ്റർജിയെ സംബന്ധിച്ച് യാഥാർത്ഥ്യം. അതിന്റെ പ്രതിരൂപമാണ് ഭൂമിയിൽ നടക്കുന്നത്. ഇതിന്റെ നിഴലായിരുന്നു പഴയ നിയമത്തില്. അപ്പൊ നിഴല് അവ്യക്തമാണ്. പ്രതിരൂപം സ്വർഗത്തിൽ നടക്കുന്നതിന്റെ കൗതാശിക രൂപമാണ്, സ്വർഗത്തിലെ യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രതിരൂപമാണ് പുതിയ നിയമത്തിലുള്ളത്, നിഴലാണ് പഴയ നിയമത്തിലുള്ളത്. സ്വർഗീയ യാഥാർത്ഥ്യങ്ങളെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലേ, ഇതിനാണ് യുഗാന്ത്യോന്മുഖത എന്ന് പറയണേ. യുഗാന്ത്യോന്മുഖത എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് പോകുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം അതാണ്. സ്വർഗീയ തേജസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്, ദൈവിക തേജസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അന്തിമ ലക്ഷ്യം എന്ന് പൗലോസിക്ക് പറഞ്ഞിട്ടുണ്ട്. ചെറിയ കാര്യം നല്ല നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ മുഖത്തോട് മുഖം കാണാനൊക്കെ പറഞ്ഞാൽ ദൈവിക തേജസ് നമുക്കുണ്ടാകുന്നതാണ്. ചെറിയ കാര്യമല്ല നമ്മെ കാത്തിരിക്കുന്നത്. മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ജീവിതം തുടരുന്നതല്ല. ദൈവിക തേജസ് നമുക്ക് ഉണ്ടാകുകയാണ്. ചെറിയ കാര്യമല്ല നമ്മളെ കാത്തിരിക്കുന്നത്. പിന്നെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വേരൂതിയതാണ് സഭയുടെ ചരിത്രം, സഭയുടെ ലിറ്റർജി. കാരണം മിശിഹായെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് പഴയ നിയമത്തില്. മിശിഹായെ സ്വീകരിക്കാനുള്ള ഒരുക്കം, മിശിഹായെ സ്വീകരിച്ച ചരിത്രമാണ് പുതിയ നിയമത്തില്. അപ്പോൾ മിശിഹായെ സ്വീകരിക്കാനുള്ള ഒരുക്കം മുഴുവൻ നടത്തിയത് ഇസ്രായേലിന്റെ ചരിത്രത്തിലാണ്. ആ വേര് വെട്ടിമാറ്റിയാൽ വൃക്ഷം തന്നെ ഉണങ്ങിപ്പോകും. രക്ഷ എന്ന് പറഞ്ഞ സഭ എന്ന് പറഞ്ഞ വൃക്ഷം അത് ഉണങ്ങിപ്പോകും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് സഭയുടെ ചരിത്രത്തെ വെട്ടിമാറ്റിയാൽ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പഴയ നിയമത്തിലെ ലിറ്റർജിയിലെ പല ഘടകങ്ങളും സഭ അവരുടെ ഇന്റഗ്രൽ പാർട്ടായിട്ട്, അനിവാര്യമായ ഭാഗമായിട്ട്
പകരം വെക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു അവളുടെ സ്വന്തമായിട്ട്. കാരണം ഒരൊറ്റ ദൈവജനേ ഉള്ളൂ, ഒരൊറ്റ ദൈവജനേ ഉള്ളൂ. ഇസ്രായേലിൽ നിന്ന് സഭയായിരിക്കുന്നു, പഴയ ഇസ്രായേലിൽ ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്, ഈശോയുടെ പ്രാർത്ഥനാ ജീവിതവും ലിറ്റർജിയും തമ്മിലൊരു ബന്ധമുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ തോതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈശോയുടെ പ്രാർത്ഥനാ ജീവിതവും ലിറ്റർജിയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. ഈശോയുടെ ബൈബിളാണ് ഞാൻ പറഞ്ഞല്ലോ പഴയ നിയമം. അതിലെ ദൈവം ക്രൂരനാണെന്നും മറ്റും പ്രചരിപ്പിക്കുന്നത് നിക്ഷിപ്ത താല്പര്യക്കാരാണ്. ദൈവപിതാവും പുത്രൻ തമ്പുരാൻ സംസാരിക്കുന്നത് തിരുവചനം ഉപയോഗിച്ചിട്ടല്ലേ പഴയ നിയമത്തിലെ? ഒരു ഉദാഹരണം നോക്കിയേ, ഏത് വചനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ദൈവപിതാവ് പുത്രനോട് സംസാരിച്ചത് മാമോദീസയിൽ? പഴയ നിയമത്തിലെ 3 തിരുവചനങ്ങൾ ഉപയോഗിച്ചിട്ടാ. സങ്കീർത്തനം 7, ഉൽപ്പത്തി 22, പിന്നെ യെശയ്യായുടെ പ്രവചനം 42. ഈ 3 അധ്യായങ്ങളിലെ വചനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവൻ എന്റെ പുത്രൻ, എന്റെ പ്രിയപ്പെട്ടവൻ, ഇവനിലെ സംപ്രീതനായിരിക്കുന്നു. ദൈവപിതാവ് പുത്രനോട് സംസാരിക്കുന്നത് പഴയ നിയമത്തിലെ വചനം ഉപയോഗിച്ചിട്ടാണ്. പുത്രൻ തമ്പുരാൻ ആരാണെന്ന് സങ്കീർത്തനം 110 ഉപയോഗിച്ചിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, ദാവീദ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, നീ എന്റെ വലത്തെ വശത്ത് ഇരിക്കുക, നീ മെൽക്കിസദേക്കിനെ പോലെ നിത്യപുരോഹിതനാണ്. പഴയ നിയമത്തിലെ വചനമാണ്. പുത്രൻ തമ്പുരാൻ ആരാണെന്ന് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ദൈവപിതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, ദാവീദിന്റെ വചനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തിരുവചനം. ആ തിരുവചനം ഉപയോഗിച്ചിട്ടല്ലേ കർത്താവ് സ്വയം ആവിഷ്കരിച്ചത്. ഈ കർത്താവ് പാടിയതും ഒക്കെ സങ്കീർത്തനങ്ങളല്ലേ. ഫരിസയരുമായ സംഭാഷണത്തിലൊക്കെ കർത്താവ് ഉപയോഗിച്ചത് തിരുവചനങ്ങൾ പഴയ നിയമത്തിലേതല്ലേ. സാത്താനുമായുള്ള ഡയലോഗിൽ ഉപയോഗിച്ചത് പഴയ നിയമത്തിലേതല്ലേ. പഴയ നിയമം സാത്താൻ വ്യാഖ്യാനിക്കുന്ന പോലെ അല്ല ഈശോ വ്യാഖ്യാനിച്ചത്. പഴയ നിയമം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നതിനെ കുറിച്ചായിരുന്നു തർക്കം സാത്താനും ഈശോയും തമ്മിൽ. അപ്പോൾ ഈശോയുടെ ബൈബിളാണ് ഈ പഴയ നിയമം. ഈശോയുടെ ബൈബിള് അത് ഉപയോഗിച്ചിട്ടാണ് ദൈവപിതാവും പുത്രൻ തമ്മിൽ സംസാരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ പുത്രൻ തമ്പുരാൻ ആരാണെന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പഴയ നിയമം മനസ്സിലാക്കാതെ എങ്ങനെയാണ് പുതിയ നിയമം മനസ്സിലാകുക? അതുകൊണ്ട് പഴയ നിയമം വായിക്കാനും പഠിക്കാനും തയ്യാറാകണം. മറിയം പഠിച്ചു, കർത്താവ് പഠിച്ചു, നമ്മളും പഠിക്കണം. പിന്നെ ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ഈശോ തന്റെ രഹസ്യങ്ങൾ ആവിഷ്കരിച്ചത് സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചാൽ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 110 സങ്കീർത്തനം, 118 സങ്കീർത്തനം, സങ്കീർത്തനം 22 സങ്കീർത്തനം ചൊല്ലിട്ടാണ് കുരിശിൽ മരിക്കുന്നത്. എല്ലോ അമ്മ സബക്താനി. ഇങ്ങനെ ഇല്ലേ, പഴയ നിയമത്തിലെ വചനങ്ങൾ കൊണ്ടാണ് ഈശോ തന്റെ ജീവിതത്തെ തന്നെ വ്യാഖ്യാനിച്ചത്. അപ്പൊ ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ, ഈശോയുടെ വേദപുസ്തകമാണ് പഴയ നിയമം. അപ്പോൾ പഴയ നിയമത്തിലെ പുറപ്പാട്, പെസഹ, അതിന് പുതിയ അർത്ഥം ഇല്ലേ. ആ പുറപ്പാടും പെസഹായും എന്തിനായിരുന്നു? അത് പുതിയ നിയമത്തിലാണ് ശരിക്കും മനസ്സിലായത്. പുറപ്പാട് എന്ന് പറയുന്നത്, പെസഹ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഒരുക്കിയെങ്കിലും യഥാർത്ഥ പുറപ്പാടും പെസഹായും യേശുവിലാണത് തിരിച്ചറിഞ്ഞത്. പക്ഷെ പഴയ പുറപ്പാട് മനസ്സിലായില്ലെങ്കിൽ യേശുവിലെ പുറപ്പാട് മനസ്സിലാകുമോ? പഴയ പെസഹ മനസ്സിലായില്ലെങ്കിൽ ഈശോ എന്ന പെസഹായി മനസ്സിലാകുമോ? ഇല്ല. അതുപോലെ തന്നെ രാജ്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ രാജ്യം എന്നാണ് അവർ വിചാരിച്ചത്. ദൈവരാജ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ ദൈവരാജ്യം മനസ്സിലാക്കണമെങ്കിൽ ദാവീദിന്റെ ഇസ്രായേൽ രാജ്യം മനസ്സിലാകണം. അതുപോലെ യേശു പറഞ്ഞു ഇല്ലേ, പൗലോസിലൊക്കെ പറയാണ്, നിങ്ങളുടെ ശരീരമാണ് പരിശുദ്ധാത്മാവിന്റെ ആലയം. പക്ഷെ ആ ആലയം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ ദേവാലയം മനസ്സിലാക്കണം. കാരണം പഴയ ഉടമ്പടിയുടെയും വാസ്തുശില്പ മാതൃകയായിരുന്നു ദേവാലയം. പുതിയ ഉടമ്പടിയുടെ വാസ്തുശില്പ മാതൃകയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരം. നിങ്ങളുടെ ശരീരമാണ് പരിശുദ്ധാത്മാവിന്റെ ആലയം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആലയമായിരിക്കുന്ന ശരീരത്തിലേക്കാണ് ഈശോ കുർബാനയിലൂടെ വരുന്നത്. അപ്പൊ നമ്മൾ സക്രാരിയായിട്ട് മാറുന്നു. നമ്മൾ ഓരോരുത്തരും സക്രാരിയായിട്ട് മാറുന്നു. കൗതാശികമായിട്ട് എല്ലാവരിലും ദൈവമില്ലേ? ഉണ്ട്, അത് ആത്മീയ സാന്നിധ്യം. പക്ഷെ കത്തോലിക്കലിലുള്ളത് വെറും ആത്മീയ സാന്നിധ്യമല്ല, കൗതാശിക സാന്നിധ്യമാണ്. ഫിസിക്കല്, സാക്രമെന്റൽ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ലോർഡ്. സാക്രമെന്റൽ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ലോർഡ്. മെറ്റീരിയൽ പ്രസൻസ് അല്ല, ഫിസിക്കൽ. ഇതൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ മെറ്റീരിയൽ എന്ന വാക്ക് ഭൗതിക സാന്നിധ്യമല്ല, പക്ഷെ ശാരീരിക സാന്നിധ്യമാണ്. ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം. തൊടാൻ പറ്റില്ലോ, കർത്താവിന് തൊടാം. കർത്താവ് നമ്മുടെ നാക്കത്ത് വരുന്നു, നമ്മുടെ ശരീരം ഒന്നായിട്ട് മാറുന്നു. മൂർത്തമല്ലേ, കോൺക്രീറ്റ് അല്ലേ, വളരെ കോൺക്രീറ്റ് രൂപത്തിലല്ലേ. അപ്പൊ ഇത് മറ്റുള്ള മനുഷ്യരിലുണ്ടോ? ഈ കർത്താവും നമ്മളും കൂടി ഒന്നായി തീർന്ന ശരീരമാണ് കത്തോലിക്കരുടേത്. അങ്ങനെ ലോകത്തെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? അപ്പം മറ്റുള്ളവരിലുള്ള ദൈവിക സാന്നിധ്യം പോലെയാണോ കത്തോലിക്കരിലെ ദൈവിക സാന്നിധ്യം? അല്ല, എല്ലാവരും ദൈവ സാന്നിധ്യമുണ്ട്. അത് സ്പിരിച്വൽ പ്രസൻസ്.
കത്തോലിക്കരിലുള്ളതും സ്ലൈക പാരമ്പര്യ സഭയിലുള്ളതും കൗദാശിക സാന്നിധ്യമാണ്. ദേവാലയത്തില് സക്രാരിലിരിക്കുന്ന അതേ കർത്താവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ വന്ന് നമ്മുടെ ശരീരത്തിന്റെ ശരീരവും രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവും ഒന്നായിട്ട് മാറുന്നത്. ചെറിയ കാര്യമാണോ അത്? അപ്പോ ഇതൊക്കെ മനസ്സിലാകാൻ പഴയതും കൂടി മനസ്സിലായാലേ പറ്റൂ. പിന്നെ പ്രവാസവും തിരിച്ചുവരവും. പ്രവാസം, പഴയ നിയമത്തിൽ പ്രവാസത്തിലേക്ക് പോയി അവർ തിരിച്ചു വന്നു. നമ്മളിവിടെ പ്രവാസികളാണ് എല്ലാവരും. ഗൾഫിലേക്ക് പോയവരും UK പോയവരും കാനഡയിൽ പോയവരും മാത്രമല്ല, എല്ലാവരും പ്രവാസികളാണ്. നമ്മൾ തീർത്ഥാടകരാണ്. നമ്മൾ ഈ പ്രവാസം കഴിഞ്ഞിട്ട് നമ്മുടെ തീർത്ഥകേന്ദ്രത്തിലേക്ക് എത്തണം, ദൈവത്തോടുള്ള വാസം. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല. പ്രവാസികളാണ്, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ളത് വേണ്ടു, 10 തലമുറയ്ക്കുള്ളൊന്നും വേണ്ട. മക്കൾക്ക് പോലും സമ്പാദിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് വേണ്ടിയുള്ള അവർ സമ്പാദിക്കല്ലേ വേണ്ടത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് അത്യാവശ്യം അതൊക്കെ വേണം. മക്കൾ അധ്വാനിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മക്കൾക്കുള്ള കൂടി സമ്പാദിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ പ്രവാസികളാണ്. ചിന്ന സാമാന പെരിയ സുഖ എന്നെങ്കിൽ തമിഴന്മാര് പറയില്ലേ, കുറച്ച് സംഗതികൾ മതി അപ്പൊ യാത്ര സുഖമായിരിക്കും. ചിന്ന സാമാന പെരിയ സുഖ. ഈ ഒരുപാട് ഭാരവുമായിട്ട് യാത്ര ചെയ്താൽ യാത്രയ്ക്ക് സുഖം ഉണ്ടാവില്ല. പെരിയ സുഖം ഉണ്ടാകണമെങ്കിൽ കുറച്ച് മതി, അത്യാവശ്യം ജീവിക്കാൻ സംഗതികൾ മതി. മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈശ്വരവിശ്വാസി അല്ലാത്ത മുഖ്യമന്ത്രി ആയിരുന്ന ആളും മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ എന്തിനാ സമ്പാദിച്ചു വെക്കണേ? അപ്പൊ അതിനർത്ഥം അതൊക്കെ ഒരു പ്രശ്നമാണ്. ഈശ്വരവിശ്വാസമില്ല, മരണാനന്തര ജീവിതമില്ല, പിന്നെ ഈ മക്കൾക്കും മക്കളുടെ മക്കളും അവരുടെ മക്കൾക്കും വേണ്ടിയിട്ട് എന്തിനാ ഈ കള്ളത്തരം മുഴുവൻ ചെയ്യണേ? ചിന്തിച്ചു നോക്കിയേ, എന്തൊരു നിരർത്ഥകമാണ്. നമ്മൾ പ്രവാസികളാണ്. നമ്മൾ ഈ പാപത്തിൽ നിന്ന് തിരിച്ചു വന്ന് പ്രവാസികളായി ജീവിച്ച് നമ്മൾ സ്വർഗമാകുന്ന തീർത്ഥകേന്ദ്രത്തിലേക്ക് പോകണം. അവിടെ ദൈവത്തെ മുഖത്തോട് മുഖം കാണണം, ആ ആരാധന സംബന്ധിക്കണം, ആ തേജസ്സില്. അതിന് പറ്റുന്ന തരത്തിലാണ് ഇവിടെ ജീവിക്കേണ്ടത്. ഇങ്ങനെയുള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളുമാണ് ഈ ഈ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ തുടർച്ചയില് പരിശുദ്ധ റൂഹ ചെയ്യുന്നത്. പാലം പണിയുന്നത് പരിശുദ്ധ റൂഹയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അർത്ഥം അതാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പലപ്പോഴും ഇത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാത്തതിനാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറച്ച ബോധ്യത്തോടെ പോകാൻ വേണ്ടിയാണ് ഞാൻ പിന്നെയും ഇത് ആവർത്തിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.